ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിനു മുന്നേ കഴിഞ്ഞ ടോപ്പിക്, അതായത് അയൽക്കാരെ സൂക്ഷിക്കുക എന്ന്, അതായത് പുതിയതായിട്ടൊരു അയൽക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തത് 85,000 പേര് കണ്ടു കഴിഞ്ഞു. കാണാത്തവർക്കായിട്ട് ഇതിനോടൊപ്പം ഞാൻ ആഡ് ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തികളുടെ ആരോഗ്യനില പലതരത്തിലുള്ള മെഡിക്കൽ ടെസ്റ്റുകൾക്ക് വിധേയരാകണം, അവരെന്തൊക്കെ അസുഖങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പാർട്ട്ണർ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. ഈ ഒരു അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുണ്ട്. കാരണം ഒരു അനുഭവമുണ്ട്. ആ അനുഭവം എന്താണെന്ന് ഞാൻ പങ്കിടാം. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയോ കസിൻസിൻ്റെയോ ഒക്കെ അനുഭവത്തിലൂടെയാണ് നിങ്ങളെ ബോധവൽക്കരിക്കാറ്. അപ്പോൾ ഇതിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാനുണ്ട്. നിങ്ങൾക്കൊക്കെ വിഷമമാവും ചിലപ്പോൾ അത് കേട്ടാൽ, പക്ഷേ അത് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ പറയുന്ന ഞാൻ ആ ഒരു ചർച്ചയിൽ കേട്ടത് HIV ടെസ്റ്റുകൾ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒന്നാണത്. കുഞ്ഞുങ്ങളുടെ തന്നെ തെറ്റുകൊണ്ടാവണമെന്നും ഇല്ല കേട്ടോ. പക്ഷെ അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമ്മുടെ പാർട്ട്ണറിനെ അത് അറിയിക്കുക എന്നുള്ളൊരു മര്യാദയുണ്ട്. അതുപോലെ തന്നെ ഈ ലിവർ കിഡ്നി ഫങ്ഷൻ പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിലും അത് ഒക്കെ, അതായത് ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫിൽ ലഹരിയുടെ അധിക ഉപയോഗം കാരണം ഇതൊക്കെ പ്രശ്നമായിട്ടിരിക്കുന്നവരെ ആയിരിക്കും അച്ഛനമ്മമാർ ഓർക്കുന്നത്. എൻ്റെ കാലഘട്ടം കഴിഞ്ഞ് ആര് നോക്കുമെന്ന് പറഞ്ഞ് ഇവരിതൊക്കെ പുറത്ത് പറയാതെ ആരെങ്കിലും കൊണ്ടൊക്കെ വിവാഹം കഴിപ്പിച്ച് അവർ പിന്നീട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പക്ഷേ അത് നമ്മൾ പറഞ്ഞ് അവരെ ഒന്ന് അറിയിക്കുക എന്നുള്ളൊരു മര്യാദയുണ്ട്. ഇവിടെ ഒരിക്കലും ഞാൻ ജന്മന അസുഖങ്ങൾ ബാധിച്ച് ചികിത്സയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടി അല്ല അച്ഛനമ്മമാരും കുഞ്ഞുങ്ങളെ നോക്കാനൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് അച്ഛനമ്മമാരും കുട്ടികളും ഒക്കെ ഉണ്ട്. അവരെയല്ല ഞാൻ ഒരിക്കലും ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രത്യക്ഷത്തിൽ അസുഖങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യവാന്മാരായിട്ട് അല്ലെ ആരോഗ്യവതികളായിട്ട് തോന്നിക്കുന്ന ആൾക്കാർ വിവാഹബന്ധത്തിലേക്ക് കടക്കുന്നതിനെ കുറിച്ചാണ്. മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചും ഞാൻ പറയുന്നുണ്ട്. അതൊരിക്കലും ഓട്ടിസം ബാധിച്ചവരെയോ ബുദ്ധിപരമായ ചലഞ്ച് നേടുന്ന കുട്ടികളെക്കുറിച്ചോ അല്ല പറയുന്നത്. കാരണം മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക്, അതായത് ഈ പറയുന്ന ചിലരുടെ മെൻ്റൽ പ്രോബ്ലം ഉള്ളത് നമുക്കൊരിക്കലും പ്രത്യക്ഷത്തിൽ മനസ്സിലാകത്തില്ല. എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം, ഒരിടത്ത് ജോലിയുള്ളവരൊക്കെ ആയിരിക്കാം, അവരുടെ പെരുമാറ്റത്തിൽ പെട്ടെന്ന് നമുക്ക് തോന്നത്തുമില്ല. പക്ഷേ പിന്നീട് ഒരു വിവാഹ ബന്ധത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇവർക്കൊക്കെ എന്തോ സാരമായ പ്രശ്നം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ അടുത്തുനിന്ന് ഭയങ്കരമായ മാനസിക പീഡനങ്ങൾ ഏറ്റ്, അപ്പോൾ പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടിയാണെങ്കിൽ അവരൊരുപാട് ബുദ്ധിമുട്ടി കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് നേരത്തെ ഇങ്ങനത്തെ അസുഖങ്ങളുണ്ടെന്നൊക്കെ അറിയുന്നത്. പൊതുവേ നമ്മുടെ നാട്ടിലൊരു പറച്ചിലുണ്ട്, കല്യാണം കഴിച്ചാൽ എല്ലാം അങ്ങ് ഭേദമാകും, കല്യാണം കഴിപ്പിച്ചാൽ ഭേദമാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുന്ന പല പേരൻസിനെ നമ്മൾ കാണാറുണ്ടല്ലേ, അടുത്ത ആളുടെ തലയിലേക്ക് കെട്ടിവെച്ച് കൊടുക്കുന്നത്. ഞാൻ പറയുന്ന അസുഖം വരുന്നത് ഒക്കെ ഒരാളുടെ തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല. എല്ലാ അസുഖങ്ങളും ഒരാളുടെ മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചോ ഒന്നും ആയിരിക്കുകയില്ല. മെൻ്റൽ ഹെൽത്തൊക്കെ ആൾക്കാർക്ക് ചില ഷോക്കിൽ നിന്നുണ്ടാവാം അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് പറയുക എന്നുള്ളൊരു മര്യാദയുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് മൈഗ്രെയിൻ ഉണ്ടായിരുന്നു, അവളുടെ ഹസ്ബൻഡിന് ഡിസ്കിന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കല്യാണത്തിന് മുന്നേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് തന്നെ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് അവർ ഹണിമൂൺ ട്രിപ്പൊക്കെ പോകാതിരുന്നു. കൂടുതൽ നേരം ഡ്രൈവ് ചെയ്യുന്ന സ്ഥലത്തേക്ക്, ചെറുക്കന് ഈ പറഞ്ഞ പോലെ ഡിസ്കിന് കംപ്ലയിൻ്റ് ഉള്ള ദൂരോട്ടുള്ള യാത്രകൾ അവർ പരസ്പരം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമല്ലേ. നേരത്തെ എന്ത് അസുഖമുണ്ട്, ഇപ്പോൾ അലർജി ആയിക്കോട്ടെ, എല്ലാം നമ്മുടെ പാർട്ട്ണറിനെ അറിയിക്കുക എന്നുള്ളൊരു മര്യാദയാണ്. ചിലർ ഒരുപാട് ലഹരിക്കൊക്കെ അടിമയായിട്ട് അവരുടെ ലിവറിനൊക്കെ കുഴപ്പം വന്നവരെ ആയിരിക്കാം ചിലപ്പം ഈ പറഞ്ഞ പോലെ വിവാഹത്തിലേക്ക്, അല്ലെങ്കിൽ ഇവർക്ക് മറ്റെന്തെങ്കിലും വളരെ ഗുരുതരമായ ലഹരി ഉപയോഗമൊക്കെ ഉണ്ടോ, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതല്ലേ. അപ്പം ഇത്തരം ടെസ്റ്റുകൾ നടത്തുന്നത് വളരെ നല്ലതെന്നാണ് ഒരു അഭിപ്രായം. ഞാൻ എൻ്റെ ഒരു കസിൻ്റെ അനുഭവം പറയാമെന്ന് പറഞ്ഞല്ലോ. മാട്രിമോണി കൂടെ ആണ് അവരുടെ വിവാഹം നടന്നത്. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ആണും പെണ്ണും അധികം സംസാരിക്കാറൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും സംസാരിച്ചിരുന്നെങ്കിൽ ഒരു വലിയ അപകടം ഒഴിവായേനെ. പക്ഷേ ആ കുട്ടി സംസാരിച്ചിരുന്നില്ല. അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അത് സ്വർണ്ണമായിട്ടും ക്യാഷായിട്ടും ഒക്കെ കൊടുത്ത്, അതുപോലെ കുട്ടി നല്ല എഡ്യൂക്കേറ്റഡുമാണ്. അങ്ങനെയുള്ള നല്ലൊരു കൊച്ചിനെ അവിടെ കൊണ്ട് കൊടുത്തു. ഈ പറഞ്ഞ പോലെ ആദ്യമേ ഈ സംസാരത്തിലൊക്കെ എവിടെയോ ഒരു പന്തികേടുണ്ടെന്ന് തോന്നിയെങ്കിലും ഇന്നത്തെ കാലത്തെ പോലെ അല്ല. ഇന്നത്തെ കുട്ടികൾ വളരെ മിടുക്കരാണ്. അവരെന്തെങ്കിലും തുടക്കത്തിലേ കണ്ട അങ്ങ് റിയാക്ട് ചെയ്യും. അന്നെന്ന് പറഞ്ഞാൽ എല്ലാം ഒതുക്കി വെക്കുക എന്നുള്ളതാണ്. വളരെ ദൂരെയാണ് കല്യാണം കഴിപ്പിച്ച് വിട്ടത്. അടുത്തൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ സഹോദരങ്ങൾ ഒന്ന് വീട് സന്ദർശിക്കാൻ പോകുമ്പോഴോ അമ്മ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോഴോ ഒക്കെ കുട്ടിയുടെ അവസ്ഥ മനസ്സിലായേനെ. ഇത് വല്ലപ്പോഴും രണ്ടുപേരൂടെ വന്നു പോകുന്നതേ ഉള്ളായിരുന്നു. എന്തായാലും ആള് ഒരുപാട് ഈ കുട്ടിയെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. പിന്നെ ശരീരത്തിൽ പലയിടത്തും അടി കൊണ്ട പാട്, ചതഞ്ഞ് കിടക്കുന്നതൊക്കെ
പിന്നീട് പേരൻസും സഹോദരങ്ങളും ഒക്കെ അറിയാനിടയായി. അത് മാസങ്ങളോളം അനുഭവിച്ചതിന് ശേഷമാണ് ഇത് പുറത്തേക്ക് വരുന്നത്. പേരൻസ് പിന്നീട് അവർ ചർച്ച ചെയ്തത് ഡിവോഴ്സിലേക്ക് ചെല്ലുകയായിരുന്നു. ആ ഒരു ടൈമിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഡിവോഴ്സി ആയിട്ട് നിൽക്കുന്നവരെയൊക്കെ എന്തോ മഹാ തെറ്റ് ചെയ്തിട്ട് വന്ന് നിൽക്കുന്നവരെ പോലെയോ അവരുടെ ഭാഗത്തു നല്ല തെറ്റെങ്കിൽ പോലും അവരെപ്പോഴും ആൾക്കാർ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആ കൂട്ടി ഒരുമാതിരി ഫംഗ്ഷനുകൾക്കൊന്നും പോകത്തില്ല. സഹോദരനെ കല്യാണം കഴിപ്പിച്ച് വിട്ടപ്പോഴോ അല്ലെങ്കിൽ അനീത്തിയുടെ കല്യാണത്തിനോ ഒന്നും ആൾവട്ടത്ത് വരാതെ, അതിൻ്റെ അമ്മയും ഈ പറഞ്ഞ പോലെ ഒരുമാതിരിപ്പെട്ട ഫംഗ്ഷനുകൾക്കൊന്നും പോകാതെ അവർ സത്യത്തിൽ ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒരു ഒളിച്ചുള്ള ജീവിതമായിരുന്നു. പിന്നീട് ജോലിയൊക്കെ കിട്ടി നല്ല മിടുക്കിയായി നടന്നെന്ന് പറഞ്ഞാലും പലപ്പോഴും ഈ ഉള്ളിൽ ഇങ്ങനത്തെ ഈ അനുഭവിച്ചതിൻ്റെ ട്രോമ, ആ വേദനകളും അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ആ ഒരു വേദനകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നൊക്കെ കരകയറി വരാൻ വർഷങ്ങളോളം എടുത്തു. അതിനുശേഷം ഈ അടുത്ത് വിവാഹം കഴിഞ്ഞു, മറ്റൊരു വിവാഹത്തിലേക്ക് കടന്നെങ്കിലും മനസ്സിൽ ഉള്ളിൽ ആ ഒരു പഴയ അനുഭവം വല്ലാത്തൊരു പേടിയായിരിക്കും. കാരണം ഈ ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കും എന്നൊക്കെ തുടക്കത്തിൽ ആ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടാവാം അല്ലേ. ഈ ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാവുമ്പോഴല്ലേ. പക്ഷേ ദൈവം സഹായിച്ച് കുട്ടിയൊക്കെ ആയിട്ട് അവർ സമാധാനമായിട്ട് ജീവിക്കുന്നു. പക്ഷേ ഒരു കുട്ടിയുടെ അത്രയും വർഷവും ആ കുട്ടിയുടെ മനസ്സിൻ്റെ ആ ഒരു വേദനയും എല്ലാം ഒന്ന് ഓർത്തു നോക്കിക്കേ. അപ്പം ഈ പറയുന്ന പയ്യന് എന്തോ ചെറിയൊരു ഷോക്ക്, ജന്മന പ്രശ്നമൊന്നുമില്ല, ഇടയ്ക്കെന്തോ സ്കൂളിൽ നിന്ന് എന്തോ പ്രശ്നം ഉണ്ടായിട്ടൊക്കെ സംഭവിച്ചു പോയതാണ്. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഇതൊക്കെ പേരൻസ് അസുഖം ഭേദമാക്കാൻ വേണ്ടി കല്യാണം കഴിപ്പിച്ച് വിടുന്ന ഒരു ചെറുക്കൻ്റെയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെയോ ഒക്കെ ജീവിതമാണ് ഈ പണയം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ടെസ്റ്റുകൾക്ക് ശേഷം മാത്രം വിവാഹം പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അറ്റ്ലീസ്റ്റ് കുട്ടികൾക്ക് അറിഞ്ഞിരിക്കാമല്ലോ തൻ്റെ പാർട്ട്ണറിന് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഞാൻ കേട്ടതും കണ്ടതുമായ കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ വാർത്തകളിൽ കാണാറുണ്ടല്ലേ ഈ കാലഘട്ടത്തിലെ കുട്ടികൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പം എല്ലാത്തരം ടെസ്റ്റുകളും വരട്ടെ, അങ്ങനെ ടെസ്റ്റൊക്കെ നിർബന്ധമാക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. വിവാഹത്തിന് മുന്നേ ഇത്തരം ടെസ്റ്റുകളൊക്കെ നിർബന്ധമാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ പറയാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കമൻറ്റ് ബോക്സിൽ ഇടണം. അറിയാത്തവർക്ക് വേണ്ടി അറിയട്ടെ, ഈ ടെസ്റ്റുകൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അറിയട്ടെ. പിന്നെ ഞാൻ കഴിഞ്ഞവണ അയൽക്കാരെ സൂക്ഷിക്കുക എന്നുള്ള വീഡിയോ ഇട്ടപ്പോഴും ഈ ആളുകളിൽ ഒരുപാട് ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ പങ്കിട്ടു കേട്ടോ. നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. അല്ല, ഞാൻ പറയുന്നത് നമ്മളെപ്പോലെ എപ്പോഴും ആൾക്കാരെ സഹായിക്കണം, അല്ലെ ആരെ കണ്ടാലും പെട്ടെന്ന് പിന്നെ എന്താ പറയുക സോഫ്റ്റായിട്ടൊക്കെ പെരുമാറുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അനുഭവങ്ങളും അബദ്ധങ്ങളും പറ്റാറ്. വീഡിയോയുടെ താഴെ വന്ന കമൻസ് ഒക്കെ കണ്ടപ്പം എല്ലാവർക്കും അതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായി. കഴിഞ്ഞവണ ഞാൻ ഒരു കൂട്ടുകാരുടെ അനുഭവം ഇട്ടത്, അന്നേരം ഇടയിൽ കൂടെ വേറൊരാൾ ചോദിക്കുന്നു, ഇത് നിന്റെ തന്നെ അനുഭവം അല്ലേ, നീ തന്നെ അല്ലേ അതീ പറയുന്ന വ്യക്തി. പിന്നെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്നാ നിങ്ങൾക്ക് അയൽക്കാരോട് മനസാക്ഷിയില്ല, നോക്കൂ വർഷങ്ങളായിട്ടുള്ള അയൽക്കാരെ വർഷങ്ങളായിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അയൽക്കാരെ കുറിച്ചല്ല അതിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പുതിയതായിട്ട് വരുന്ന അപരിചിതരായിട്ടുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളും നമ്മൾ പാലിക്കേണ്ട അകലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അതിപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്നാ നമുക്കൊന്നും അറിയത്തില്ല. അപ്പം അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളും ഇത് അമിതമായി സഹായിക്കുമ്പോഴും അല്ലെങ്കിൽ അവർ നമ്മളെ കൂടുതലായിട്ട് ചൂഷണം ചെയ്യാതിരിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞതിൻ്റെ നല്ല വശങ്ങൾ ഒരുപാട് പേർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ ചിലരുണ്ട്, അവർ വന്നിട്ട് പറയുന്ന അയൽക്കാരോട് നിനക്കൊരു മനസാക്ഷിയില്ലേ, അയൽക്കാർക്ക് ഭക്ഷണം കൊടുക്കണം. അവർക്ക് കാര്യം പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. വർഷങ്ങളായിട്ട് നമ്മൾ നല്ല സുഹൃത്തുക്കളായിട്ട് ഒരു വീട് പോലൊക്കെ കഴിയുന്ന അയൽക്കാരുണ്ട്. അവരെക്കുറിച്ചല്ല പറഞ്ഞത്. നമ്മളെ ചൂഷണം ചെയ്യാനായിട്ട് വരുന്ന നമുക്കൊരു പരിചയമില്ലാതെ വന്ന ഉടനെ നമ്മൾ ആളുകളുമായിട്ട് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് അതിനകത്ത് പറഞ്ഞത്. അപ്പോൾ ചിലർ വന്ന് അങ്ങനത്തെ കമൻറ്റ് ഇട്ടു. 1-2 പേരേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ വളരെ സപ്പോർട്ടിംഗ് ആയിട്ടാണ് കമൻറ്റ് ഇട്ടത്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചും നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇത്തരം ടെസ്റ്റുകൾ ആവശ്യമുണ്ടോ? എന്താണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്ന് മാന്യമായ രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.